പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം കനക്കുകയാണ്. ഇറാൻ ഹോർമുസിൽ 2 UAE ടാങ്കറുകളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് UAE സ്ഥിരീകരിച്ചിരുന്നു. അതിനിടയിൽ ഹോർമുസിന്റെ സംരക്ഷകർ ആരെന്നുള്ള അവകാശവാദവും ഇതിനിടയിൽ ട്രംപും ഇറാനും തമ്മിൽ നടത്തുന്നുണ്ട്. സംഘർഷം കടുക്കുമ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇന്നലെ ബാരലിന് $80 ആയിരുന്ന ബ്രെന്റ് ക്രൂഡ് വില ഇന്ന് $85 ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിന്റെ പ്രധാന പാത ഹോർമസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയാണ് പെട്ടെന്നുള്ള ഈ വിലക്കയറ്റത്തിന് കാരണമായത്. US-ഉം ഇറാനും തമ്മിൽ നിലനിന്നിരുന്ന താൽക്കാലിക വെടിനിർത്തൽ സമയത്ത് ക്രൂഡ് ഓയിൽ വില ഗണ്യമായി ഇടിഞ്ഞിരുന്നു. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ ബാരലിന് $118 വരെ ഉയർന്ന ബ്രെന്റ് ക്രൂഡ് വില പിന്നീട് വെടിനിർത്തൽ ചർച്ചകളും വിപണിയിലെ വിതരണം സാധാരണ നിലയിലായതും കാരണം $60 മുതൽ $70 വരെയുള്ള നിരക്കിലേക്ക് താഴ്ന്നിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം നമ്മുടെ വിപണിയിലും പ്രതിഫലിക്കുകയാണ്. ഇന്ത്യയിലെ ചില്ലറ വിപണി വില കഴിഞ്ഞ 18 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി. ഇന്നലെ പുറത്തുവന്ന കണക്കനുസരിച്ച് 4.38% രാജ്യത്തെ വിലക്കയറ്റം. 2024 ഡിസംബറിന് ശേഷം ആദ്യമായാണ് വിലക്കയറ്റം 4% മുകളിലേക്ക് ഉയരുന്നത്. കേരളത്തിൽ ഗ്രാമപ്രദേശങ്ങൾ 5.07%, നഗരങ്ങളിൽ 3.74% വിലക്കയറ്റം. വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വരാനിരിക്കുന്ന പണനയ അവലോകന യോഗത്തിൽ റിസർവ് ബാങ്ക് പലിശ നിരക്കുകൾ വർദ്ധിപ്പിക്കാൻ വലിയ സാധ്യതയുണ്ടെന്ന് ധനകാര്യ വിദഗ്ധർ ഇതിനോടകം വിലയിരുത്തിയിട്ടുണ്ട്. ഇത് ബാങ്ക് വായ്പകളുടെ പലിശ നിരക്ക് ഉയരാൻ ഇടയാവുകയും ചെയ്യും. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ചില പ്രസ്താവനകൾ മിഡിൽ ഈസ്റ്റിൽ സ്ഥിതി സങ്കീർണമാക്കുന്നുമുണ്ട്. ഹോർമസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് 20% ചുങ്കം ചുമത്തുമെന്ന പ്രസ്താവനയും നാവിക ഉപരോധം പുനഃസ്ഥാപിക്കുമെന്ന പ്രതികരണവും മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇനി മുതൽ ഹോർമസിന്റെ സംരക്ഷകരാണെന്നും 20% ഫീസ് ഈടാക്കുമെന്നുമുള്ള അമേരിക്കയുടെ പ്രഖ്യാപനത്തെ പരിഹസിച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും എത്തിയിരുന്നു. അമേരിക്കയല്ല ഇറാനാണ് എല്ലായ്പ്പോഴും ഹോർമസ് കടലിടുക്കിന്റെ യഥാർത്ഥ കാവൽക്കാരനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് തീർച്ചയായും ശരിയാണ്. ഹോർമസിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുന്നവർക്ക് അതിനുള്ള ഫീസ് നൽകേണ്ടതുണ്ട്. ഇറാനാണ് എല്ലായ്പ്പോഴും ഹോർമസിന്റെ കാവൽക്കാരൻ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ തുടരുമെന്നും അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. 20% ഫീസ് ചുമത്തുമെന്ന പ്രഖ്യാപനത്തെ പരിഹസിച്ച വിദേശകാര്യമന്ത്രി 20% എന്നത് തീർച്ചയായും കൂടുതലാണെന്നും തങ്ങളുടെ ഫീസ് ന്യായമായിരിക്കുമെന്നും പരിഹസിച്ചു. ഇതിനൊന്നും ട്രംപും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. US-ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തകരുകയും പ്രമുഖ കമാൻഡർമാർ ഇല്ലാതാവുകയും ചെയ്തെന്ന അവകാശവാദവുമായി ട്രംപും പിന്നാലെ രംഗത്തെത്തി. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന മൊജ്തബ ഖമനേയി 90% ഇല്ലാതായി കഴിഞ്ഞുവെന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത വ്യോമാക്രമണത്തിൽ ഇറാന്റെ നാവികസേനയും വ്യോമസേനയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പൂർണ്ണമായി തകർന്നുവെന്നും ട്രംപ് അവകാശവാദം ഉന്നയിച്ചു. ഇറാന്റെ ഏറ്റവും മികച്ച കമാൻഡർമാരും നേതാക്കളും ഇതിനകം തന്നെ വധിക്കപ്പെട്ടെന്നും ട്രംപ് പറയുന്നു. ഖമനേയി പോയി, അദ്ദേഹത്തിന്റെ മകൻ 90% ഇല്ലാതായെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ട്രംപ് പറഞ്ഞത്. ഫെബ്രുവരി 28-ന് പിതാവ് അലി ഖമനേയി കൊല്ലപ്പെട്ട അതേ US-ഇസ്രയേൽ ആക്രമണത്തിൽ മകൻ മൊജ്തബ ഖമനേയിക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അതിനുശേഷം മൊജ്തബ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെട്ടില്ല. കഴിഞ്ഞ ആഴ്ച നടന്ന പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിലും പങ്കെടുക്കാതിരുന്നതോടെ മൊജ്തബയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും നിലവിൽ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വലിയ ഊഹാപോഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. അതിന് ആക്കം കൂട്ടുന്ന പരാമർശമാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.